കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പിരിയാം ഇപ്പോൾ കാണാം അവിടെ. മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞു ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ബലിതു കൈക്കൊണ്ടലിവോടു നാദാ, മൃതരുടെ പാപം പൊറുക്കണമേ. നിത്യവിരുന്നിൽ കതിരുകൾ വീശും നിറതിരിയവരിൽ കൊളുത്തണമേ. മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി ഭക്ഷണത്തിനായി കൈനീട്ടി, എന്നാൽ അദ്ദേഹത്തെ നമ്മൾ സഹായിക്കാതിരിക്കുകയാണെങ്കിൽ അത് വളരെ നികൃഷ്ടമായൊരു പ്രവൃത്തിയായിട്ട് നമുക്കറിയാം. നമ്മുടെ മുമ്പിൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് കണ്ടിട്ട് അദ്ദേഹത്തെ സഹായിക്കാതെ പോയാൽ അത് വളരെ പൈശാചികമായ ഒരു പ്രവൃത്തിയായിട്ട് നമുക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കായി കേഴുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്കായി കേഴുകയാണ്. കർത്താവായ ഈശോ മിശിഹ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് വെളിപ്പെടുത്തിയ ദിവ്യരഹസ്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 20-ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ കാവൽ മാലാഖയെ ഞാൻ കണ്ടു. തന്നെ അനുഗമിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു നിമിഷ നേരം കൊണ്ട് തീ നിറഞ്ഞതും പുക കൊണ്ട് മൂടിയതുമായ
ഒരു സ്ഥലത്ത് ഞാൻ എത്തി. അവിടെ പീഡ അനുഭവിക്കുന്നവരുടെ അനേകം ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല. നമുക്ക് മാത്രമേ അവരെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ചുറ്റിലും എരിഞ്ഞുകൊണ്ടിരുന്ന ജ്വാലകൾ എന്നെ ഒട്ടും തന്നെ സ്പർശിച്ചില്ല. ഒരു നിമിഷത്തേക്ക് പോലും എൻ്റെ കാവൽമാലാക എന്നെ വിട്ടുപിരിഞ്ഞില്ല. എന്താണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ അവരോട് ചോദിച്ചു. ദൈവത്തിനായുള്ള ദാഹമാണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി തന്നു. ദൈവത്തിനായിട്ടുള്ള ദാഹമാണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ ഏകസ്വരത്തിൽ എനിക്ക് മറുപടി നൽകി. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മാതാവ് സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. സമുദ്രധാരം എന്നാണ് മാതാവിനെ ആത്മാക്കൾ വിളിച്ചിരുന്നത്. അമ്മ അവർക്ക് സമാശ്വാസം നൽകുന്നു. അവരോട് കുറച്ചു സമയം കൂടി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ കാവൽമാലാക അവിടെ നിന്ന് പോകുവാൻ സമയമായി എന്ന അടയാളം കാണിച്ചു. പീഡനത്തിൻ്റെ ആ പാറാവിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്നു. ഞാനൊരു സ്വരം കേട്ടു. അത് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല, എന്നാൽ എൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നു. എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല, എന്നാൽ എൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നു. ആ ദിവസം മുതൽ പീഡ അനുഭവിക്കുന്ന ആത്മാക്കളുമായി ഞാൻ ഉറ്റ ബന്ധം പുലർത്തി വന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് മരിയ ഫൗസ്റ്റീനായ്ക്ക് വെളിപ്പെടുത്തിയ ഈ ദിവ്യരഹസ്യങ്ങളെ നമ്മൾ കാണുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥനകൾക്കായി യാചിക്കുകയാണ്. മരിച്ചുപോയ അവർക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഭൂമിയിലായിരിക്കുന്ന നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സ്നേഹത്തോടെ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദൈവ തിരുസന്നിധിയിൽ അവരുടെ മേൽ കരുണ ചൊരിയുവാൻ കാരണമാകും. വിശുദ്ധ മരിയ ഫൗസ്റ്റീന ആത്മാക്കൾക്ക് വേണ്ടി ഒത്തിരി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ദൈവം അവളോട് പറഞ്ഞു, എൻ്റെ സ്നേഹം, എൻ്റെ കരുണ ഇത് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എൻ്റെ നീതി ഇത് അനുവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ഓരോ ആത്മാക്കളും. നമ്മുടെ പ്രാർത്ഥനകൾ ഉറപ്പായിട്ടും അവരെ സഹായിക്കും. നമുക്ക് ഇന്ന് ഈ ഒരു മാസം മുഴുവനായിട്ടും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ നൊവീനയുടെ 2ാമത്തെ ദിവസം ഏറ്റവും തീക്ഷ്ണതയോടുകൂടി മരിച്ചുപോയ സകലർക്കും വേണ്ടി, നമ്മൾ അറിയുന്ന മരിച്ചുപോയവർക്ക് വേണ്ടി, നമ്മൾ അറിയാതെ ഒത്തിരിയേറെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്കായി യാചിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. എന്റെ പിന്നാലെ ഏറ്റുചൊല്ലാം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് എന്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കണ്ടെത്തുവാനും അവയെ കുറിച്ചോർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദുഃഖിക്കുവാനും എനിക്ക് വരം തരണമേ. ഓ എന്റെ ദൈവമേ, അങ്ങയുടെ തിരുമുൻപാകെയും സ്വർഗവാസികളുടെ മുൻപാകെയും ഞാൻ ആത്മാർത്ഥമായി ഏറ്റുപറയുന്നു. ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും അങ്ങേക്കെതിരായി
അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. ഞാൻ പാപം ചെയ്തു പോയി. എന്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കുരിശുമരണത്തിന് കാരണമായി തീർന്നു. എങ്കിലും അങ്ങന്റെ ആത്മാവിനെ അവിടുത്തെ പുത്രന്റെ രക്തത്താൽ കഴുകി എന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദവരത്തിന്റെ കല്യാണ വസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു. ധൂർത്തനായ എന്നെ പോലൊരു മകനെ കനിഞ്ഞനുഗ്രഹിച്ച അങ്ങേ കാരുണ്യാതിരകം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിതാ അങ്ങേ തിരുമുമ്പിൽ അണയുന്നു. അങ്ങിനിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്തു പ്രത്യുപകാരം ചെയ്യും. കർത്താവേ, എന്റെ എല്ലാ പാപങ്ങളെ കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നതിനാൽ മേലിൽ പാപം ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത്. അവിടുന്ന് അവരെ ശത്രുവാകുന്ന പിശാചിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നുകളയുകയോ ഇല്ല. മറിച്ച് അവർ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് സ്വർഗരാജ്യമായ നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഒരു നാൾ ഇടവരുമെന്നതിൽ നിത്യാശ്വാസം കണ്ടെത്താൻ അനുഗ്രഹിക്കണമേ. അങ്ങേ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങിൽ അർപ്പിച്ചിരിക്കയാൽ നിത്യനരകാഗ്നിയുടെ വേദനയിൽപ്പെടാതെ നിത്യ സൗഭാഗ്യത്തിന്റെ സന്തോഷം സ്വന്തമാക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ. അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ച അവരെ നരകം വിഴുങ്ങാൻ അനുവദിക്കരുതേ. അങ്ങയുടെ സൈന്യത്തിന്റെ പതാകവാഹകനായ വിശുദ്ധ മിഖായേൽ അബ്രാഹത്തിനും അവന്റെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ. ആത്മാക്കൾക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും അങ്ങ് കൈക്കൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ നൊവേനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശനം നൽകണമേ. ആമേൻ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. പൗലോസ്ലീഹ കൊറിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 11 മുതൽ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതാണെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി
അഗ്നിക്കിരയാകുന്നുവോ അവർ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. രണ്ടാം ദിവസത്തെ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. കരുണാമയനായ കർത്താവേ, അങ്ങയിൽ ആശ്രയം തേടി വരുന്നവരോട് അങ്ങെല്ലായ്പ്പോഴും കാരുണ്യം പ്രദർശിച്ചുവല്ലോ. തൻ്റെ പുത്രന്റെ പീഡാസഹന വേളയിൽ കുരിശിന്റെ ചുവട്ടിൽ നിന്ന മാതാവിൻ്റെ യോഗ്യതകളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചിപ്പിക്കണമെന്ന് അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർക്ക് ദണ്ഡവിമോചനം വഴി പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചിതരാക്കണമേ. അതുവഴി യഥാസമയം നീതിയുടെയും സ്നേഹത്തിൻ്റെയും രാജ്യത്തിൽ പ്രവേശിക്കുമാറാകട്ടെ. അങ്ങയുടെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി ഈ നൊവേനയിലെ എൻ്റെ യാചനകൾ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതിരാത്ത തിരുച്ചറിയെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതിരാത്ത തിരുച്ചറിയെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതിരാത്ത തിരുച്ചറിയെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യാനന്ദം നൽകണമേ. നിത്യവെളിച്ചം അവരുടെ മേൽ വീശുമാറാകട്ടെ. അവർ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങയുടെ ദാസരുടെയും ദാസിമാരുടെയും മേൽ ശിക്ഷാവിധി നടത്തരുതേ. കാരണം അങ്ങ് കനിഞ്ഞ് പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആരും അങ്ങയുടെ മുൻപിൽ നീതിമാന്മാരാകുകയില്ലല്ലോ. ആകയാൽ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അവിടുത്തെ മക്കൾ വിശ്വാസപൂർവം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ. മറിച്ച് ജീവിതകാലത്ത് പരിശുദ്ധ ത്രിത്വത്തിന്റെ മുദ്ര പതിപ്പിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാകട്ടെ. ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിന്റെയും മഹത്വത്തിന്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ. ആമേൻ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകരക്ഷകനായ ദൈവപുത്ര, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ മിഖായേലേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ ഗബ്രിയേലേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ റഫായേലേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സകല ദൂതരെ മുഖ്യദൂതരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സകല വിശുദ്ധ ആത്മീയ രൂപികളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ സ്നാപക യോഹന്നാനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ യൗസേപ്പേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധരായ സകല പ്രവാചകരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, പൂർവപിതാക്കന്മാരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ പത്രോസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ പൗലോസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ അന്ത്രയോസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ യോഹന്നാനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സകല അപ്പസ്തോലരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സുവിശേഷകരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, കർത്താവിന്റെ സകല ശിഷ്യഗണങ്ങളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സകല വിശുദ്ധ പൈതങ്ങളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ സ്റ്റീഫനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ ലോറൻസെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ വിൻസെന്റ്, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സകല രക്തസാക്ഷികളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ സിൽവസ്ട്രെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ അഗസ്റ്റിനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സകല വിശുദ്ധ മെത്രാന്മാരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വേദപാരംഗരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സകല സഭാ പണ്ഡിതരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ അന്തോനീസെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ ബെനഡിക്റ്റ്, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ ഡൊമിനിക്ക്, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ ഫ്രാൻസിസെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സകല പുരോഹിതരെ, ലേവ്യരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സകല സന്യസ്തരെ, താപസരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ മേരി മഗ്നലന, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ അഗാഥ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ ലൂസി, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ ആഗ്നസെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ദൈവത്തിന്റെ സകല വിശുദ്ധരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, ഈ ലോകവാസം വെടിഞ്ഞ് അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക് അവർ എന്നും ആഗ്രഹിച്ചു പോകുന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവമായ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നൽകണമേ. പാപം പൊറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന
അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥതയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ കൃപ നൽകണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ മരിച്ചുപോയ സകല ആത്മാക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.